അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഡൂറൻ കപ്പ്. നമുക്ക് പുതിയ തായ്ലൻഡിൽ പോയ പ്രീ സീസണിനെ കുറിച്ച് നമുക്ക് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2024-25 സീസണിൻ്റെ ജസ്റ്റ് ഒരു പ്രീ സീസൺ, അത് കഴിഞ്ഞിട്ട് ഡൂറൻ കപ്പ്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ തായ്ലൻഡിലുള്ള പ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് മാച്ചിനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് മാച്ച് പട്ടായ യുണൈറ്റഡ് എന്ന് പറയുന്നൊരു ടീമുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ മാച്ച് കളിക്കുന്നത്. പിന്നെ അടുത്ത മാച്ച് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യത്തെ മാച്ച് വലിയ ടീമിൻ്റെ കൂടെ ഒന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കും. അത്യാവശ്യം ചെറിയ ടീമാണ്. അത് മിക്കയിൽ സ്റ്റെഹറയും കൂടെ പറഞ്ഞ കാര്യമാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ജൂലൈ 20 അത്രയും 3 ആഴ്ച തായ്ലൻഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കും. പിന്നെ ഡൂറൻ കപ്പ് കളിക്കാനായിട്ട് വരും. അപ്പോൾ ജൂലൈ 26 ഡൂറൻ കപ്പ് തുടങ്ങുന്നതെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയെന്നാണ് ജൂലൈ 27. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ജൂലൈ 26 നടക്കുന്ന ഡൂറൻ കപ്പിൽ ഗ്രൂപ്പ് സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറൻ കപ്പിൽ വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് സിയിലാകുമ്പോൾ കടുകട്ടി ടീം തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒറ്റ എതിരാളി എന്ന് പറഞ്ഞാൽ മുംബൈയാണ്. പിന്നെ പഞ്ചാബും പിന്നെ ഒരു ആർമി ടീമും ആയിരിക്കും. അപ്പോൾ മുംബൈ മികച്ച പ്ലേയേഴ്സിനെ മേടിച്ച് മെയിൻ ടീമിനെയാണ് മുംബൈ ഇറക്കാൻ പോകുന്നതാണ് അപ്ഡേറ്റുകൾ പറയുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സ്കോഡുണ്ട്. അതെങ്ങനെ കോച്ച് സ്റ്റെഹറെ ഉപയോഗിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് പ്രീ സീസണിൽ ആ സ്കോഡ് നല്ലോണം ഇമ്പ്രൂവ് ആവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഒരു മികച്ച സ്കോഡ് അറ്റാക്ക് നേരിടാൻ തന്നെ കോച്ചിനുണ്ട്. പിന്നെ ഡിഫൻസിലാണ് കുറച്ച് ആശങ്ക. മാർക്കോ ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനെയൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും മേടിച്ചിട്ടില്ല. ഉടൻ തന്നെ മേടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ ഡൂറൻ കപ്പ് ഇപ്പോൾ കാഴ്ചവെക്കട്ടെ. ഗ്രൂപ്പ് സ്റ്റേജ് എങ്കിലും കടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് ഇതുവരെയായിട്ടും ഡൂറൻ കപ്പ് അറ്റൻഡ് ചെയ്യുന്ന കാലം തൊട്ടേ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് ഇതുവരെയായിട്ടും കടന്നിട്ടില്ല. അപ്പോൾ ആ ഗ്രൂപ്പ് സ്റ്റേജ് ഒന്ന് കടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.